ഗുരുവോം തത്സത്. നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം. ശിവശതകം മന്ത്രം 3. ഓം കനകമയിൽ മുകളേറി വേലുമേന്തി കനിവൊടു കണ്ണിണ കൺകണം നിറഞ്ഞു ജനിമരണ ചുടുകാടിലാടി വെണ്ണീരണി തിരുമേനി തുണയ്ക്കണം സദാമേ. കനകമയിൽ മുകളേറി പൊന്മയിലിനെ വാഹനമാക്കിക്കൊണ്ടും അതിൻ്റെ മുകളിൽ കയറി യാത്ര ചെയ്തുകൊണ്ടും വേലും ഏന്തി തൻ്റെ ആയുധമായ വേൽ ധരിച്ചുകൊണ്ടും കനിവുകൊണ്ട് അല്ലെങ്കിൽ ഭക്തനോടുള്ള ദയാവായ്പ കൊണ്ട് കണ്ണിണ കൺകണം നിറഞ്ഞു, 2 കണ്ണിലും കണ്ണുനീർത്തുള്ളി തുളുമ്പി നിന്നുകൊണ്ട് ജനിമരണ ചുടുകാടിലാടി, ജനനം മരണം എന്നിവയുടേതായ ചുടുകാട്ടിൽ നൃത്തം വെച്ചുകൊണ്ട് വെണ്ണീരണി തിരുമേനി, ആ ചുടുകാട്ടിലെ ചാമ്പൽ ശരീരമാകെ പൂശിയിരിക്കുന്ന ദിവ്യമായ ശരീരത്തോടു കൂടിയവനുമായ തിരുമേനി തുണയ്ക്കണം സദാമേ, എന്നെ എപ്പോഴും തുണയ്ക്കണമേ. പൊന്മയിലിൻ്റെ മുകളിൽ കയറി യാത്ര ചെയ്തുകൊണ്ടും വേൽ ധരിച്ചുകൊണ്ടും ഭക്തന്മാരോടുള്ള കനിവ് കനിഞ്ഞ് കണ്ണീരായി തീർന്നതുപോലെ 2 കണ്ണിലും നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുനീരോടും കൂടിയവനും 2 കണ്ണിലും നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുനീരോടു കൂടിയവനും ജനന മരണങ്ങളാകുന്ന സംസാര ചുടുകാട്ടിൽ നൃത്തം ചെയ്തതിൻ്റെ ഫലമായി ശരീരമാകെ ആ ചുടുകാട്ടിലെ ചാമ്പൽ അണിഞ്ഞിരിക്കുന്നവനുമായ തിരുമേനി എന്നെ എപ്പോഴും തുണയ്ക്കുമാറാകട്ടെ. മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരുമുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം. മന്ത്രം 3. ദേവന്മാർക്കെല്ലാമുണ്ട് അവരവരുടേതായ വാഹനം. എല്ലാ ദേവന്മാരുടെയും വാഹനങ്ങൾ മൃഗങ്ങളാണ് എന്നതൊരു പ്രത്യേകതയാണ്. മനുഷ്യനിലെ പ്രകാശാത്മകമായ അഥവാ അറിവിനെ സംബന്ധിക്കുന്ന വശത്തിൻ്റെ പ്രതീകങ്ങളാണ് ദേവസങ്കല്പങ്ങൾ. മനുഷ്യൻ മനുഷ്യനായിരിക്കുന്നതോടൊപ്പം മൃഗവുമാണ്, ചിന്തിക്കുന്ന മൃഗം. ഓരോ മനുഷ്യനും മനുഷ്യത്വത്തിൻ്റെ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് തന്നിലെ തന്നെ മൃഗസഹജമായ അംശങ്ങളെ മെരുക്കിയെടുത്ത് അവയെ മാനുഷികമായ അംശങ്ങൾ വളരുന്നതിനുള്ള ഉപായമാക്കി മാറ്റുമ്പോഴാണ്. ഈ തത്വം പ്രതീകാത്മകമായി കാണിക്കുന്നതാണ് ദേവന്മാർ മൃഗങ്ങളെ വാഹനമാക്കിയിരിക്കുന്നത്. മൃഗങ്ങളുടെ സ്ഥാനത്ത് പക്ഷിയുമാകാം. സുബ്രഹ്മണ്യൻ്റെ വാഹനം മയിലാണല്ലോ. മയിലിൻ്റെ പ്രത്യേകത ഏവരെയും ആകർഷിക്കുന്ന അതിൻ്റെ നിറപ്പകിട്ടും സൗന്ദര്യവുമാണ്. ആകെയുള്ള രൂപമെടുത്താലും ഓരോ തൂവൽ പ്രത്യേകം എടുത്തു നോക്കിയാലും മയിലിലുള്ളത് ആകർഷണീയതയാണ്. ആകാശത്ത് മഴക്കാർ കാണുമ്പോൾ മയിൽ പീലി വിടർത്തി ആടും. അപ്പോൾ അതിൻ്റെ ആകർഷണീയത വർദ്ധിക്കും. ഇതൊക്കെയാണെങ്കിലും മയിൽ വെറും ഒരു പക്ഷി മാത്രമാണ്. മയിലിൻ്റെ ആകർഷണീയത മാതിരിയുള്ളതാണ് നമ്മെ പ്രലോഭിപ്പിക്കുന്ന ഈ ലോകം. അതിൻ്റെ പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ടിരിക്കുമ്പോൾ അതിൽ കാണുന്ന ഓരോ അംശവും വളരെ സുന്ദരമായി തോന്നും. എന്നാൽ വിവേകപൂർവം അടുത്തു ചെന്നറിയുമ്പോൾ മാത്രമേ മനസ്സിലാകൂ മയിലിൻ്റെ നിറപ്പകിട്ടുമാതിരിയുള്ള അന്തസാരശൂന്യമായ ഒന്ന് മാത്രമാണ് അതെന്ന്. എന്നാലും ആ ലോകത്തെ നമുക്ക് തള്ളിക്കളയാനാവില്ല. മാത്രമല്ല അതിൻ്റെ ഭാഗമായി തന്നെ ജീവിക്കേണ്ടിയും ഇരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നതിനു പകരം ജീവിതത്തെ പൂർണ്ണമായി അർത്ഥവത്താക്കി തീർക്കുന്നതിനുള്ള യാത്രയിൽ സഹായിയായ വാഹനമാക്കി അതിനെ മാറ്റിയെടുക്കാം. അതിൻ്റെ പ്രതീകം എന്ന തരത്തിലാണ് സുബ്രഹ്മണ്യൻ മയിൽ വാഹനനാണ് എന്ന് ഋഷിമാർ ഭാവന ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ പ്രലോഭനങ്ങൾ അനേകം മുഖങ്ങളോടുകൂടിയതാണ്. അതുകൊണ്ട്
അവയുടെ പിന്നാലെ പോകുന്നവർ എങ്ങും ചെന്നെത്തുകയില്ല. ജീവിതം സാർത്ഥകമായി തീരുന്നത് ജീവിതത്തിൻ്റെ പരമമായ അർത്ഥം ആദ്യം തന്നെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് അതിന് അനുഗുണമായി സകല ജീവിത വ്യാപാരങ്ങളെയും ക്രമീകരിച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ ജീവിതത്തിലെ എല്ലാ വൃത്തികൾക്കും ജീവിതത്തിനാകവേയും ഒരു ഏകമുഖത കൈവരും. അത് സൂചിപ്പിക്കുന്നതാണ് ഒറ്റമുനയുള്ള വേൽ എന്ന ആയുധം. ദേവാരാധന അർത്ഥവത്തായി തീരുന്നത് നമ്മൾ ആരാധിക്കുന്ന ദേവതാസങ്കല്പത്തിലെ പ്രതീകങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോഴാണ്. നമ്മുടെ ജീവിതവും ഇപ്പറഞ്ഞ തരത്തിൽ ഏകമുഖതയുള്ളതായി തീരുമ്പോൾ നമ്മളും വാസ്തവത്തിൽ സുബ്രഹ്മണ്യന്മാരായി. അതുതന്നെയാണ് ഉപാസന കൊണ്ട് എത്തിച്ചേരാവും എന്ന് പ്രതീക്ഷിക്കുന്ന സാക്ഷാത്കാരം. ഇങ്ങനെയൊരു വിവേകം ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകാറില്ല. അത് യാദൃശ്ചികമായി ചിലർക്കു മാത്രം കൈവരുന്ന ഒന്നാണ്. അത് ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടാകുന്നതാണെന്നതിൽ കവിഞ്ഞ് ഒരു വിശദീകരണവും നൽകാനാവില്ല. ആ അനുഗ്രഹത്തിൻ്റെ കനിവോടുകൂടിയവനായിട്ടാണ് സുബ്രഹ്മണ്യനെ ഇവിടെ ദർശിക്കുന്നത്. ഭക്തനോടുള്ള കനിവ് കനിഞ്ഞ് കണ്ണുനീർത്തുള്ളിയായി 2 കണ്ണുകളിലും നിറഞ്ഞു തുളുമ്പുന്നു. അത് ഭക്തനെ കോൾമയിർ കൊള്ളിക്കുന്നു. കൺകണം എന്നതിന് കങ്കണം എന്ന ഒരു പാഠഭേദവും ഉള്ളതായി ചില പണ്ഡിതന്മാർ പറയുന്നു. കങ്കണം എന്നാൽ വള എന്നാണ് സാധാരണഗതിയിൽ അർത്ഥം. എന്നാൽ കം എന്നതിന് വെള്ളമെന്ന് അർത്ഥമുണ്ട്. അപ്പോൾ കം-ഇൻ്റെ കണം എന്ന തരത്തിൽ അതിന് നീർത്തുള്ളി എന്നർത്ഥം കിട്ടും. എന്നാലും കൺകണം എന്ന വാക്കിന് നേരിട്ടുള്ള അർത്ഥം കിട്ടുന്നുണ്ട്. ഈ വരിയിലെ പദപ്രയോഗങ്ങളുടെ ചാരുതയ്ക്ക് അത് കൂടുതൽ ഇണങ്ങുന്നതുമാണ്. ഇവിടെ സുബ്രഹ്മണ്യനെ ദർശിക്കുന്നത് ദേഹമാസകലം ചുടലച്ചാമ്പൽ പൂശിക്കൊണ്ട് ചുടുകാട്ടിൽ നൃത്തം വയ്ക്കുന്നവനായിട്ടാണ്. സാധാരണഗതിയിൽ ഇത് ശിവന് ചേരുന്ന സങ്കല്പമാണ്. എന്നാലും സുബ്രഹ്മണ്യൻ്റെ മുരുകൻ എന്ന ഭാവത്തിന് ഈ വർണ്ണന ചേരാത്തതല്ല. ശിവൻ്റെ ഭാവങ്ങൾ സുബ്രഹ്മണ്യൻ, ഗണപതി, ദേവി എന്നിങ്ങനെ ആ കുടുംബത്തിലുള്ള എല്ലാവരിലും കാണുന്നത് ഗുരുവിൻ്റെ ഒരു പ്രത്യേകതയുമാണല്ലോ. ജനനം മരണം, മരണം ജനനം, ഇതിനിടയിൽ കൂടി ഒഴുകുന്ന ജീവിതം, ഇതാണല്ലോ സംസാരത്തിൻ്റെ സ്വഭാവം. ആ സ്വഭാവത്തെ ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൻ്റെ സഹജ സ്വഭാവമായി കാണുമ്പോൾ ജീവിതം ആകെ കൂടി കഷ്ടപ്പാട് നിറഞ്ഞതാണെന്ന് തോന്നും. പിന്നെ ഈ കഷ്ടപ്പാടിൽ നിന്ന് കരകയറാനുള്ള ശ്രമമായി. ഈ പറഞ്ഞ സംസരണ സ്വഭാവം പ്രപഞ്ചത്തിനാകെയുള്ളതാണ്. ആകവേയുള്ള സത്യമാകുന്ന കടലിൽ സംഭവിക്കുന്ന സംസരണത്തിൻ്റെ ഭാഗമായി ഉണ്ടായി മറഞ്ഞു പോകുന്ന തിരമാലകൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരുമെന്നപ്പോൾ വെളിപ്പെടും. ആ തിരകൾക്കകത്തെല്ലാം പൊരുളായിരിക്കുന്നത് ഒരിക്കലും മാറ്റമില്ലാത്ത ഏകസത്യമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ സത്യം സ്വയം നടത്തുന്ന ഒരു തിരുനടനമാണ് സംസാരം. സംസരിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുക എന്നർത്ഥം. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ സംസാരം എന്ന് വിളിക്കുന്നത്. ഇപ്പറഞ്ഞ തരത്തിലുള്ള ഒരു തിരുനടനമാണ് മുരുകൻ നടത്തുന്നതായിട്ടിവിടെ ദർശിക്കുന്നത്. സത്യത്തിൻ്റെ തിരുനടനമായിട്ട് ജീവിതത്തെ ദർശിക്കുമ്പോൾ സംസാരവും അതിലെ ദുഃഖങ്ങളുമൊക്കെ എങ്ങോ പോയി മറയും, അഥവാ വെന്തു വെണ്ണീറാകും. ആ വെണ്ണീറിനെ തന്നെയാണ് സ്വന്തം ദേഹത്ത് മുരുകൻ അഥവാ ശിവൻ വാരി പൂശിയിരിക്കുന്നത്. വെണ്ണീർ ദേഹമാസകലം പൂശിയിരിക്കുന്നത് കൊണ്ട് മുരുകൻ്റെ തനിസ്വരൂപം നമ്മൾ കാണുന്നില്ല. നേരിട്ട് കാണുന്നത് പുറത്ത് പൂശിയിരിക്കുന്ന വെണ്ണീർ മാത്രമാണ്. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെയും കഥ. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തോടു കൂടിയ ജഗത്തിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിറഞ്ഞു പൊരുളായിരിക്കുന്ന സത്യത്തെ കാണാൻ നമ്മൾ മറന്നുപോകുന്നു. സത്യത്തെയും ഭാവത്തെയും വിവേചിച്ചറിയുന്നവർ മാത്രം മാറിക്കൊണ്ടിരിക്കുന്ന ബാഹ്യരൂപത്തിൻ്റെ ഉള്ളിൽ മാറാതെ നിൽക്കുന്ന സത്യം കണ്ടുകൊണ്ടിരിക്കും. മാറാതെ നിൽക്കുന്ന സത്യം തന്നെയാണ് പരമ്പൊരുൾ. അതിൻ്റെ കനിവിനെയാണ് നമ്മൾ ജീവിതത്തിലെ സുഖങ്ങളായും ദുഃഖങ്ങളായും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പൊരുൾ നമ്മെ തുണയ്ക്കുമാറാകട്ടെ. അടുത്ത ശ്ലോകത്തിൽ ഈ കൃതിയിലെ ആരാധനാമൂർത്തിയായ ശിവനെ ദക്ഷിണാമൂർത്തിയായി കണ്ട് രക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗുരുവോം തത്സത്.